ഹായ്, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനലിൻ്റെ പേര് ലൈവ്ലി ലൈഫ് സ്റ്റൈൽസ് വിത്ത് അബ്രാമി എന്നാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ വരും. മിസ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് തംബ്നെയിലിൽ കണ്ടിട്ടുള്ള പോലെ തന്നെ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അതിൻ്റെ കൂടെ ഞാൻ എങ്ങനെയാണ് അതിനെയൊക്കെ ഒന്ന് ഓവർകം ചെയ്തത് എന്നും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും കാണുന്ന ഒരു കാര്യമാണ് PCOD എനിക്കും വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ല, ഒരു 2 വർഷത്തിനൊക്കെ മുമ്പ്, ഞാൻ പ്രഗ്നൻ്റ് ഒക്കെ ആകുന്നതിന് മുമ്പ് ആണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം എനിക്ക് ഒരു 58-59 കിലോയിൽ നിന്ന് ഞാനൊരു 64 കിലോയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മെൻസ്ട്രേഷനൊക്കെ ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുകയും ഡേറ്റൊക്കെ കുറച്ചൊന്ന് ഇൻകറക്റ്റൊക്കെ ആയി വരുന്നതിനോട് അനുബന്ധിച്ചാണ് ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ PCOD എന്ന് അറിഞ്ഞത്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നാണ് പറയാൻ പോകുന്നത്. പിന്നെ നമ്മുടെ അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും ഫുഡും ഒക്കെ കാരണം കൊണ്ടിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഞാൻ ആ സമയത്ത് എനിക്ക് കൂടുതലായിട്ടൊന്ന് പറയാനറിയില്ല. ഞാൻ എന്തൊക്കെയാണ് ആ സമയത്ത് ചെയ്തതെന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കേട്ടോ. ഞാൻ ഫസ്റ്റായിട്ട് ഞാൻ ഷുഗർ കട്ട് ചെയ്തു എന്നുള്ളതാണ് ഫസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം. ചായ, പാല് അങ്ങനെ തുടങ്ങി ഒന്നും കഴിക്കാറില്ലായിരുന്നു. ബേക്കറി ഐറ്റംസ് നന്നായിട്ട് നിർത്തി. വെളിയിൽ നിന്നുള്ള ഫുഡൊക്കെ നന്നായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക്, പിന്നെ വൈകിട്ട് ഡിന്നറും കഴിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെയായിരുന്നു. ആ സമയത്ത് ഞാൻ ജോലിക്കും പോകുന്നുണ്ടായിരുന്നു. പാർലറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് കറക്റ്റ് ഈ 3 ടൈമായിരുന്നു ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ട് ഇരുന്നത്. പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചാൽ, വർക്കൗട്ട് ചെയ്യാൻ എനിക്ക് പിന്നെ സമയം കിട്ടിയിട്ടില്ല. ഞാൻ പോകുന്നത് കൊണ്ട് തന്നെ രാവിലെ പോകും, വൈകിട്ട് തിരിച്ചു വരും. അപ്പോൾ പോകുമ്പോൾ ഞാൻ നടന്നാണ് കൂടുതലും പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ചെറിയൊരു ഇതും കൂടി ഉണ്ടായിരുന്നു. നന്നായിട്ട് നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് 64 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 4 കിലോ കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 1 മന്ത് ആയപ്പോൾ തന്നെ എനിക്ക് ഈ 64-ന്ന് ഏകദേശം 59, മുമ്പ് എൻ്റെ വെയിറ്റ് എത്രയായിരുന്നോ ആ ഒരു വെയിറ്റിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു മാസം കൊണ്ട് തന്നെ. നിങ്ങൾക്ക് കുറേ സമയം കിട്ടുവാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്ത് ഫുഡിലൊക്കെ ഒന്ന് നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇത് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റുന്നതാണ്. പിന്നെ അവർ തരുന്ന മെഡിസിനും എല്ലാം കൂടെ ആകുമ്പോൾ അടിപൊളിയായിട്ട് നമുക്കിതിനെ മാറ്റാൻ പറ്റും. പിന്നെ ഇതിനോടനുബന്ധിച്ച് ഈ ഒരു ഏരിയയിലൊക്കെ നന്നായിട്ട് കുരു വരുന്നുണ്ടായിരുന്നു. നമ്മുടെ കഴുത്തൊക്കെ നന്നായിട്ട് കറുക്കും. ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ആയാലും ഒക്കെ ഒത്തിരി പേർക്ക് ഇങ്ങനെ PCOD ഉണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര വെയിറ്റ് ഒരുപാട് കൂടിപ്പോയിട്ടുണ്ടെങ്കിലൊക്കെ നമുക്കിത് കുറയ്ക്കാവുന്നേ ഉള്ളൂ. ഒറ്റയടിക്ക് നമ്മൾ ഫുഡ് ഒറ്റയടിക്ക് മാറ്റാതെ നമ്മൾ കുറേശ്ശെ ഇപ്പോൾ എന്നും ചായ കുടിക്കുന്നവരാണെങ്കിൽ നാളെ കുടിക്കാൻ, അങ്ങനെ ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഷുഗറൊക്കെ നന്നായിട്ട് കുറച്ച് ബേക്കറി ഐറ്റംസ് കുറയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു അസുഖമൊക്കെ നന്നായിട്ട് മാറ്റാൻ പറ്റുന്നതാണ്. ഇതൊരു അസുഖമൊന്നുമല്ല, എല്ലാവർക്കും നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറ്റം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇത് തന്നെയാണ്. അതിനേക്ക് നമുക്ക് വളരെ വേഗം കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്നേ ഉള്ളൂ നമ്മൾ വിചാരിച്ചാൽ. അപ്പോൾ എനിക്ക് പിന്നെ നോക്കിയപ്പോൾ നന്നായിട്ട് തന്നെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഇതുവരെയും അത് തിരിച്ച് വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു PCOD ഉണ്ടോയെന്ന് കാര്യം. അപ്പോൾ ഇപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഷുഗർ കട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇടയ്ക്ക് എനിക്ക് തോന്നുമ്പോൾ ഞാൻ കഴിക്കാറുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ PCOD ഒക്കെ ആയിട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്കത് മാറ്റാൻ പറ്റുമെന്ന് മനസ്സിൽ വിചാരിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാറ്റാൻ പറ്റുന്നേ ഉള്ളൂ. നമ്മൾ ജിമ്മിലൊക്കെ പോകണമെന്നില്ല. വീട്ടിലൊക്കെ ഇരുന്ന് തന്നെ നമ്മൾ യൂട്യൂബൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി ഇഷ്ടംപോലെ എക്സസൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊക്കെ വീട്ടിലിരുന്ന് വളരെ കുറച്ച് സമയം മാത്രം മതിയല്ലോ, അങ്ങനെയൊക്കെ ഇരുന്ന് ചെയ്താൽ തന്നെ നമുക്ക് നന്നായിട്ടിത് കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങളൊന്നും കൊണ്ടും വിഷമിക്കേണ്ട. നിങ്ങൾ ഫുഡും ബേക്കറി ഐറ്റംസും കൂടെ
നമ്മുടെ വർക്കൗട്ടും കൂടെയൊക്കെ ആകുമ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ഇതിനെയൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞ് കാര്യം എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഇതിന് വേണ്ടിയിട്ട് കൂടുതൽ എഫേർട്ടൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ എനിക്ക് നോർമലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. റിസൾട്ട് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക, പോയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ കണ്ടീഷനുകളോട് പോകുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ.